ഇതിലിനി കൂടുതൽ ആലോചനയും ചിന്തയൊന്നും വേണ്ട. സമ്മതാണെന്ന് ഇപ്പൊ തന്നെ അറിയിച്ചേക്കും. മണിക്കുട്ടിയുടെയും ഉണ്ണിക്കുട്ടന്റെയും സമ്മതത്തോടെ കനി വിവാഹത്തിന് സമ്മതിക്കുന്നു. ഏഞ്ചലിന്റെ അമ്മയായി വരാൻ കനി തയ്യാറാണെന്ന് ഹരിയോട് പറയുന്ന ഫാദർ. ഈ വിവാഹം തടയണമെന്ന് സ്റ്റെഫിയും മേരിയും. കനിയുടെ മനസ്സു മാറ്റാൻ സൂര്യനും തനൂജയും പള്ളിയിലെത്തുന്നു. തുടർന്ന് കാണുക. മണിക്കുട്ടിയിലൂടെ ഏഞ്ചലിനെ കയ്യിലെടുത്തു. അമ്മയില്ലാത്ത ഏഞ്ചലിനെ നിന്റെ കപട സ്നേഹത്തിലൂടെ മയക്കി വശത്താക്കി. അവള് പറഞ്ഞ വല്യേട്ടൻ എന്തു മനസ്സരിക്കുമെന്ന് നീ മനസ്സിലാക്കി. അമ്പിളിമാമനെ വേണമെന്ന് പറഞ്ഞ അതുവരെ വല്യേട്ടൻ സാധിച്ചു കൊടുക്കും. ആ വീക്ക്നെസ്സിലല്ലേ മോളെ നീ കയറി പിടിച്ചിരിക്കുന്നേ? കൊള്ളാം. തിരുമുറ്റത്തേക്ക് കയറി വരാൻ എന്ത് യോഗ്യതയാണ് ഇതിനൊള്ളത്? ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ നിങ്ങൾ ഈ പറയുന്നത്. സ്വത്തും പണവും ഒന്നും ഞാൻ മോഹിച്ചിട്ടില്ല. അതൊന്നും എനിക്ക് വേണ്ട. ഏഞ്ചലിന്റെ സന്തോഷം അതേ ഞാൻ നോക്കുന്നുള്ളൂ. ഈ പാവങ്ങളെയൊക്കെ നിന്റെ ഒരു അടവാണെന്ന് ഞങ്ങൾക്കറിയാം. എടീ, സ്വത്തും പണവും വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? വേണ്ടെന്നൊക്കെ ഇപ്പം പറയും. കാര്യത്തോടടുക്കുമ്പോ നിന്റെയൊക്കെ വിധം മാറും. കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരാളുടെ ഭാര്യയാവെന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണോ? സത്യമാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് ഏഞ്ചലിനെ മാത്രം മതി. കല്യാണക്കാരി അച്ഛൻ പറഞ്ഞപ്പോ തന്നെ ഇല്ലെന്ന് പറഞ്ഞതാ ഞാൻ. പക്ഷെ അപ്പോഴൊന്നും ഏഞ്ചലിന്റെ അസുഖത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വെച്ച ഏഞ്ചൽ കുഴഞ്ഞു വീണത്. ഞാനാ ഏഞ്ചലിനെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴും അസുഖത്തിന്റെ വലിപ്പം അറിഞ്ഞില്ല. ഒടുവിൽ അതറിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഏഞ്ചലിന് വേണ്ടിയാ ഹരിസാർ ഇങ്ങനെ ഒരു ആലോചനയായിട്ട് വന്നത്. അതുകൂടി അറിഞ്ഞപ്പോ ഞാൻ ആകെ വല്ലാതായി. മണിക്കുട്ടിയെ പോലെ തന്നെ എനിക്ക് ഏഞ്ചലും. ഒരാളെ നോക്കുന്നതിന് പകരം രണ്ടാളെ നോക്കണം. ഇവിടെ എന്നതിന് പകരം ഏഞ്ചലിന്റെ വീട്ടിൽ. അതിനപ്പുറം മറ്റൊന്നും എന്റെ മനസ്സിലില്ല. ഏയ്, നിന്റെ കഥാപ്രസംഗം ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ദേ, ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. നീ ഈ കല്യാണത്തിന്ന് പിന്മാറിയില്ലെങ്കിൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല. അത് നീ മാത്രമല്ല, നിന്റെ മണിക്കുട്ടി. ഞങ്ങളുടെ വാക്ക് ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ സൂര്യേട്ടൻ ഇപ്പൊ പറഞ്ഞു തന്നെ സംഭവിക്കും. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ? നിങ്ങളുടെ വീട്ടിലെ കുട്ടിയല്ലേ ഏഞ്ചൽ? ആ ഏഞ്ചലിന് വേണ്ടിയിട്ടാ ഞാൻ. ഏയ്, നീ വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. ഏഞ്ചലിന്റെ അമ്മയായും വല്യേട്ടന്റെ ഭാര്യയായും വരാൻ പറ്റുന്ന ഒരാളെ ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ആ വിവാഹമേ നടക്കൂ, നടക്കാൻ പാടുള്ളൂ. അതിന് നീ ഇതിൽ നിന്ന് പിന്മാറണം. പിന്മാറിയേ ഒക്കൂ. വന്നല്ലോ അടുത്ത അവതാരം. കനിമെന്തിനു കരയുന്നേ? ഇവരെന്റെ കനിമ കരിച്ചേ? എന്റെ കനിമ കരിച്ചുണ്ടല്ലോ. അയ്യോ, വേണ്ട വേണ്ട മണിക്കുട്ടി, പ്ലീസ്. മണിക്കുട്ടി, സൂര്യേട്ടാ, ഇതിന് വട്ടളവിയെന്നാ തോന്നുന്നു. നമുക്ക് പോയേക്ക്. കനിമേ, കരയല്ല കനിമേ. കനിമ കരഞ്ഞ മണിക്കുട്ടിക്ക് സങ്കടാവും. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. വല്യേട്ടൻ അങ്ങനെ വിവാഹം കഴിക്കാൻ തയ്യാറായല്ലോ. നമ്മളൊക്കെ കുടുംബസമേതം കഴിയുമ്പോൾ വല്യേട്ടൻ മാത്രം. എന്തായാലും ആ ഒരു വിഷമം മാറിക്കിട്ടി. വല്യേട്ടൻ ആ കനിയെ തന്നെ തിരഞ്ഞെടുത്തതിന് 100-ൽ 100 മാർക്കും കൊടുക്കണം. എടി, അല്ലെങ്കിൽ ഞാനും വല്യേട്ടനൊക്കെ സെലക്ഷന്റെ കാര്യത്തിൽ പരാജയപ്പെടുവോ? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നീ. കല്യാണമൊക്കെ തീരുമാനിച്ചെങ്കിലും എനിക്കിപ്പോഴും പേടിയുണ്ട് സുർമി. എന്തിനാ? സൂര്യേട്ടനും ആദരിച്ചേച്ചൊക്കെ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കുതന്ത്രങ്ങളുടെ താക്കോല സൂര്യേട്ടന്റെ ഭാര്യ. അവരെല്ലാരും ഒത്തുചേർന്ന് കല്യാണത്തിനെതിരെ നിൽക്കും.
കനിയെ മണിക്കുട്ടി അപായപ്പെടുത്താൻ പോലും അവർ മടിക്കത്തില്ല. അത്രയ്ക്ക് വിഷമുണ്ട് അവരുടെയൊക്കെ ഉള്ളിൽ. നിനക്കറിയാലോ, നമ്മുടെ കല്യാണത്തിനും ഏറ്റവും ശക്തമായിട്ട് എതിരുന്നു അവരൊക്കെ തന്നെയല്ലേ. ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് സ്വന്തം അനിയന്റെ ജീവിതം പോലും ഇല്ലാതാക്കാൻ നോക്കിയവരവർ. അന്നാകെ കൂടെ നിന്ന് വല്യേട്ടൻ മാത്രമാ, പിന്നെ അച്ഛന്റെ മൗനസമ്മതവും. വല്യേട്ടൻ ക്രിസ്തുമതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോഴും അവർ ചന്ദ്രഹാസം ഇളക്കി. വല്യേട്ടൻ്റെ അടുത്ത് അവരുടെ ഒരു കളിയും വിലപ്പോയില്ല. അതിന്റെ ചുരുക്കെല്ലാം തീർത്ത് അവരെനിക്ക് നേരെ. നിനക്കറിയാലോ, നിന്നെയും കുറെ വേട്ടയാടിയതില്ലേ. സൂര്യേട്ടന്റെ ഭാര്യയും എന്റെ ഉപ്പയോടും ഇക്കയോടും ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. ഒരാളെ എങ്ങനെയൊക്കെ മോശമായിട്ട് പറയാവോ അതൊക്കെ പറഞ്ഞു. ഉമ്മ മാത്രമായിരുന്നു എന്റെ സൈഡിൽ നിന്നത്. ബാക്കിയെല്ലാം ഞാൻ പടച്ചോന് വിട്ടുകൊടുക്കുകയും ചെയ്തു. പോട്ടടോ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് ശരിക്കും അറിഞ്ഞ നാളുകളായിരുന്നു അത്. മതത്തിന്റെ അനാവശ്യമായ വേലിക്കെട്ടുള്ളതുകൊണ്ട് മാത്രം ഇഷ്ടപ്പെട്ട ജീവിതം കിട്ടാതെ പോയ എത്രയോ പേരുണ്ടെന്നറിയോ. മനസ്സിന്റെ വിങ്ങലും തേങ്ങലും ഇല്ലാതാക്കാനാ എല്ലാ മതങ്ങളും പറയുന്നത്. പക്ഷെ നടക്കുന്നതോ? ഇവിടെ ഇപ്പോ കനിക്ക് ചോദിക്കാനും പറയാനുമായിട്ട് അധികം ആരും ഇല്ലല്ലോ. അവരുടെ എല്ലാം പള്ളിയിലച്ഛനല്ലേ. എല്ലാവരും ഉണ്ടായിരുന്ന നമ്മളോട് ഹുങ്ക് കാണിച്ചവര് ഇവിടെ പല കളികളും നടത്തി നോക്കുമെന്നുള്ളത് ഉറപ്പാണോ? കളികൾ പലതും ഉണ്ടാവും. പക്ഷെ വല്യേട്ടനും അച്ഛനും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതൊന്നും ഏൽക്കത്തില്ല സുറുമി. അവരൊക്കെ കൂട്ടം കൂടി ഇന്ന് ഗൂഢാലോചന നടത്തിയായിരിക്കും ഇപ്പോ. നടത്തട്ടെ. വല്യേട്ടന്റെ വിവാഹം അത് നമ്മൾ മുന്നിൽ നിന്ന് നടത്തിയിരിക്കും. ഉറങ്ങിയില്ലേ? കിടക്കാൻ തുടങ്ങായിരുന്നു. അപ്പോഴാ അച്ഛനോടൊരു കാര്യം പറയണമെന്ന് ഓർത്തത്. എന്താ? അത് ഹരിസാറിന്റെ അനിയനും ഭാര്യ ഇവിടെ വന്നിരുന്നു എന്നെ കാണാൻ. അത് കൊള്ളാലോ. അനിയൻ എന്ന് പറയുമ്പോ ജയനോ അതോ സൂര്യനോ? സൂര്യനാരായണൻ. അവര് വന്നത് ഈ കല്യാണത്തിൽ നിന്ന് ഞാൻ പിന്മാറണമെന്ന് പറയാനായിരുന്നു. കല്യാണത്തിന്ന് പിന്മാറണമെന്ന് പറയാനോ? അതെ. അതും പറഞ്ഞ് അവരെന്നെ ഭീഷണിപ്പെടുത്തി. അവരെ അനുസരിച്ചില്ലെങ്കിൽ ഞാനും മണിക്കുട്ടിയൊന്നും ജീവനോടെ ഉണ്ടാവില്ല എന്നും പറഞ്ഞു. സ്വത്തും പണവും ഒക്കെ മോഹിച്ച് അതൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയാ ഞാൻ ഈ കല്യാണത്തിന് തയ്യാറാവുന്നെന്നാ അവരുടെ പറച്ചില്. അതൊക്കെ കേട്ടപ്പോ എന്റെ നെഞ്ച് തകർന്നു പോയി. ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത് എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണെന്നൊക്കെ ഫാദറിന് അറിയാലോ. അറിയാം. എനിക്ക് മാത്രമല്ല, കർത്താവിനെല്ലാം നന്നായി അറിയാം. അവരിവിടെ വന്ന് കനിയെ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു കടന്ന കയ്യാ. എന്നിട്ട് ഇക്കാര്യം ഹരിയെ അറിയിച്ചോ? ഇല്ല. എന്തിനാ വെറുതെ ഹരിസാറിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നേ? അതിവിടെ തീരട്ടെ. അവര് വന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ ഞാനൊന്ന് പതറിപ്പോയി എന്നുള്ളത് നേര് തന്നെയാ. അവര് പോയപ്പോ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അവസാനം ഞാനൊന്ന് നിശ്ചയിച്ചു. ഏഞ്ചലിന് വേണ്ടി എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അവര് വന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഞാനത് അത്രേ കണക്കാക്കുന്നുള്ളൂ. ദൈവങ്ങളെ മറന്ന് ഇന്നേ വരെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ദൈവങ്ങളെ തുണയുണ്ടാവും എനിക്ക്. എനിക്കിപ്പോ കനിയെക്കുറിച്ച് അഭിമാനം തോന്നുന്നു. അവരുടെ ഭീഷണിക്ക് ഭയന്ന് വേണ്ടാത്ത തീരുമാനമൊന്നും എടുത്തില്ലല്ലോ. അവരുടെ കൂട്ടത്തിൽ കുശാഗ്രബുദ്ധിയുള്ള സൂത്രധാരൻ ആ സൂര്യനാരായണൻ. അതിനു പറ്റിയൊരു ഭാര്യയും അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അവരൊന്ന് വിരട്ടി നോക്കിയതാ കനിയുടെ നിലപാടറിയാൻ. കനി ഇപ്പോഴെടുത്ത തീരുമാനം അവരെ ഞെട്ടിക്കും. എല്ലാം നല്ല നിലയിൽ തന്നെ പര്യവസാനിക്കും. കനി പറഞ്ഞതുപോലെ ദൈവങ്ങളുടെ തുണയുണ്ടാവും. ഒന്നും കാര്യമാക്കണ്ട. സമാധാനമായി പോയി കിടന്നോളൂ. പോയിക്കോ. അനി, ഇതാ കനി. ഇഷ്ടമായോ നിനക്ക്? കനിയും മണിക്കുട്ടിയില്ലാതെ ഏഞ്ചൽ മോള് വീട്ടിലേക്ക് വരില്ലെന്ന് ഒരേ വാശിയില്ല.
നമ്മുടെ മോളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. നീ എങ്ങനെ മോളെ നോക്കാൻ ആഗ്രഹിച്ചോ അതുപോലെ ഒരുപക്ഷെ അതിനും മേലെയായി കനി നമ്മുടെ മോളെ നോക്കും, സ്നേഹിക്കും. നാളെയാണ് വിവാഹം. എതിർപ്പും മുറുമുറുപ്പും ഒക്കെയുണ്ട്. ഞാനതൊന്നും കാര്യാക്കുന്നില്ല. നിന്റെ സമ്മതവും അനുഗ്രഹവും മാത്രം മതി എനിക്ക്. ഞാനിപ്പോ ആരോടാ നന്ദി പറയേണ്ടത്? ദൈവങ്ങളോടോ അതോ കനിയോടോ? എന്നോട് എന്തിനാ നന്ദി പറയുന്നേ? എനിക്കെന്റെ ആദ്യവും അവസാനവും എന്റെ മോളാ, എന്റെ മാലാകക്കുട്ടി. അവൾക്കിപ്പോ എല്ലാം കനിയും മണിക്കുട്ടിയാ. അങ്ങനെ എന്റെ മോളുടെ മനസ്സ് നിറയുന്നതിന് കാരണക്കാരായവരോട് നന്ദി പറയണ്ടേ? ദൈവങ്ങളോട് നന്ദി പറയാൻ നിന്നാ കുഴങ്ങിപ്പോവും. ഒന്ന് രണ്ടും അല്ലല്ലോ, എത്ര എത്ര ദൈവങ്ങളാണ് ഓരോ പേരുകളിലായിട്ടുള്ളത്. ഞങ്ങൾക്കിപ്പോ ഒരു ദൈവമേ ഉള്ളൂ, അതിവിടുത്തെ ഫാദറാ. ആരുമില്ലാതെ ദിക്കേതെന്നറിയാതെ നടന്നപ്പോ കൈപിടിച്ച് കൂടെ കൂട്ടിയ ആളെ ദൈവം എന്നല്ലാതെ എന്താ പറയാ? ഫാദർ പലപ്പോഴും പറയും ദൈവം ആവുന്നതും ചെകുത്താനാവുന്നതും നമ്മൾ തന്നെയാണെന്ന്. അത് രണ്ട് എല്ലാവരുടെ ഉള്ളിലുണ്ടെന്ന്. ഫാദറിന് വേണമെങ്കിൽ ഞങ്ങൾ അന്നേ ഒഴിവാക്കി വിടാമായിരുന്നു. എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞങ്ങൾ ഫാദറിനൊരു ബാധ്യതയായി തീരുന്നുണ്ടോന്ന്. പക്ഷെ അന്ന് തൊട്ട് ഇന്നേ വരെ ഫാദർ ഞങ്ങളുടെ നേരെ മുഖം കറുപ്പിച്ചിട്ടില്ല. എന്ന് നിറഞ്ഞ ചിരി മാത്രമാ. ആ ചിരിയാ ഞങ്ങളുടെ ബലം. ഇനി ആ ബലത്തിനൊപ്പം ഞാനും എന്റെ മോളും ഉണ്ട്. വിവാഹം വലിയ ആർഭാടങ്ങളൊന്നും കൂടാതെ നടത്തിയാൽ മതിയെന്നാ കരുതുന്നത്. നമ്മളും നമ്മളോട് വളരെ അടുത്ത് നിൽക്കുന്നവരും മാത്രം മതി. അധികം നീട്ടേണ്ട കാര്യമൊന്നുമില്ല. നാളെ തന്നെ ആയിക്കോട്ടെ. നാളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. ആളോ ആർഭാടോ ഒന്നും ഇല്ലാതിരിക്കുന്നത് തന്നെയാ നല്ലത്. നമ്മുടെ ജീവിതം നമ്മൾ നിശ്ചയിച്ചാൽ മതിയല്ലോ. അതെ, ചിന്താഗതിയിലെ ഈ പൊരുത്തം തന്നെയാണ് മുന്നോട്ട് പോക്കിനെ സുഗമമാക്കുന്നത്. ആൾക്കാർ കൂടി അഭിപ്രായം പറഞ്ഞതുകൊണ്ടോ ആൾക്കാർക്ക് മുന്നിൽ പണക്കൊഴുപ്പിന്റെ ധാരാളിത്തം കാണിച്ചതുകൊണ്ടോ യാതൊരു ഗുണവുമില്ല. ഒരുമിച്ചുള്ള ജീവിതത്തിലാണ് ധാരാളിത്തം കാണിക്കേണ്ടത്. മണിക്കുട്ടി വരുന്നില്ലേ ഏഞ്ചലിനൊപ്പം വീട്ടിലേക്ക്? നമുക്ക് പോവാം. അയ്യോ, ഇപ്പോഴല്ല മോളെ, നാളെ. നാളെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോവാം. നമ്മളിനി ഏഞ്ചലിന്റെ വീട്ടിൽ താമസിക്കാൻ പോന്നെ? അതെ, നിങ്ങളില്ലാതെ ഏഞ്ചൽ വീട്ടിൽ നിൽക്കില്ല. ആ വീട് ഇനി മുതൽ മണിക്കുട്ടിയുടെ വീടാ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ നാളെ എനിക്ക് ഫാദറിനെ ഒന്ന് കാണണം. വരട്ടെ. മണിക്കുട്ടിക്ക് സന്തോഷായില്ലേ? നാളെ മുതൽ ഞാനും കനിമി ഏഞ്ചലിന്റെ വീട്ടില് അല്ലേ? അപ്പൊ ഉണ്ണിക്കുട്ടനോ? ഉണ്ണിക്കുട്ടനും വരും. നമസ്കാരം ഫാദർ. നമസ്കാരം. കനിയെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. ഓ, ആദ്യം കനിയെ ആനിക്ക് പരിചയപ്പെടുത്തി. ആനിയോടെല്ലാം പറഞ്ഞ് സമ്മതവും വാങ്ങി. അത് നന്നായി. ജീവിതത്തിൽ കാണിക്കുന്ന ഈ അടുക്കും ചിട്ടയും അതൊരു വലിയ കാര്യം തന്നെയാ. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും കാണിക്കുന്ന കെടുതികൾ നിത്യേന നമ്മൾ വാർത്തകളായി കാണുകയും കേൾക്കുകയുമല്ലേ. അവിടെയാണ് ഹരി ഒരു വിസ്മയമാകുന്നത്. ഒരിക്കൽ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ആനിയെ ജീവിതത്തിൽ ഉടനീളം ഓർക്കുന്നു, ഒപ്പം ഉണ്ടെന്നതുപോലെ എല്ലാം പറയുന്നു, സമ്മതവും വാങ്ങുന്നു. ആനിയെ മറന്നുകൊണ്ടല്ല കനിയെ എന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. കനിയും മണിക്കുട്ടിയില്ലാതെ വീട്ടിൽ നിൽക്കില്ലെന്ന് ഏഞ്ചലിന്റെ ചാട്യം. അവരിരുവരും ഏഞ്ചലിന് നൽകുന്ന സ്നേഹം, പിന്നെ എന്റെയും കനിയുടെയും ചിന്താഗതികളും ഏതാണ്ട് ഒരുപോലെ തന്നെ. ഏഞ്ചലിന്റെ സന്തോഷമാണല്ലോ പ്രധാനം. അതുകൊണ്ട് വിവാഹം നാളെ തന്നെ നടത്താമെന്ന് വെച്ചു. അധികം ആരോടും പറയുന്നില്ല. വീട്ടുകാർ മാത്രമേ ഉണ്ടാവൂ. ഫാദർ മുന്നിലുണ്ടാവണം. ഞങ്ങൾ ആശീർവദിക്കണം. കനിയോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ. കനിയും മണിക്കുട്ടിയും കുട്ടി ഫാദർ എത്തണം. രജിസ്റ്റർ ഓഫീസിൽ വെച്ചാ.
ഞങ്ങളെത്തും. പിന്നെ എന്താ ഫാദർ? ഹരിയോട് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് അതിന് വലിയ പ്രസക്തിയില്ല. എന്നാലും അറിഞ്ഞിരിക്കണം, ഹരിയുടെ സഹോദരൻ സൂര്യനാരായണനും അയാളുടെ ഭാര്യയും ഇവിടെ വന്ന് കനിയെ ഒന്ന് വിരട്ടി. വിരട്ടിയോ? എന്തിന്? ഈ വിവാഹത്തിൽ നിന്ന് കനി പിന്മാറാൻ വേണ്ടി. സ്വത്തും പണവും കണ്ട് കനി ഹരിയെ വശീകരിച്ചെടുത്തുന്ന മട്ടിലാ അവർ സംസാരിച്ചത്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കനിയും മണിക്കുട്ടിയും ജീവനോടെ ഉണ്ടാവില്ലെന്ന് വരെ അവർ ഭീഷണിപ്പെടുത്തി. ആദ്യമൊന്ന് പതറിയെങ്കിലും കനി ധൈര്യം സംഭരിച്ചു. തീരുമാനത്തിൽ കനി ഉറച്ചു തന്നെ നിൽക്കുക. എന്നിട്ട് ഇക്കാര്യമൊന്നും കനി എന്നോട് പറഞ്ഞില്ലല്ലോ. മനഃപൂർവ്വം പറയാതിരുന്നതാ. ഈ ഭീഷണി സംഭവം എന്നോട് പറഞ്ഞപ്പോൾ തന്നെ കനി സൂചിപ്പിച്ചിരുന്നു ഹരി അറിയണ്ടെന്ന്. ഇതൊരു പ്രശ്നമായി തീരണ്ടെന്ന് കനി വിചാരിച്ചിട്ടുണ്ടാവും. ഞാനും അത് തന്നെയാ പറയുന്നത്, ഇതൊരു പ്രശ്നമാക്കണ്ട. സൂര്യനും ഭാര്യയും ഒരു വിവരക്കേട് കാണിച്ചു, അതങ്ങ് ക്ഷമിച്ചേക്ക്. എന്തായാലും അവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് പറയാൻ കഴിഞ്ഞല്ലോ. ഇനി അതനുസരിച്ച് നീങ്ങിയാൽ മതി. ഞാൻ വരട്ടെ ഫാദർ. ശരി. അവളിനി പിന്മാറാതിരിക്കുവോ? ഏയ്, പിന്മാറുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നേ. അതിന് വേണ്ടുന്നതൊക്കെ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പൊട്ടിപ്പെണ്ണുണ്ടല്ലോ, അവളൊരു വിളഞ്ഞ വിത്താ. ഓ, മൂന്നാളും കൂടി പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യായിരിക്കും അല്ലേ? അയ്യോ ഏട്ടാ, ഏട്ടനെന്താ അങ്ങനെ പറയുന്നേ? ഞങ്ങൾ എന്ത് പദ്ധതി ആസൂത്രണം ചെയ്യാനാ? എന്തും ചെയ്യുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ. കല്യാണത്തിൽ നിന്നും പിന്മാറണമെന്ന് പറഞ്ഞ് കനിയെ നിങ്ങൾ ഭീഷണിപ്പെടുത്തി അല്ലേ? എല്ലാം ഞാൻ അറിഞ്ഞു. പള്ളിയിൽ ചെന്ന് കനിയെ കണ്ടതും കല്യാണത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ജീവനോടെ ഉണ്ടാവില്ലെന്ന് ഭീഷണിപ്പെടുത്തിയതും എല്ലാം. കുടുംബത്തിന്റെ മാനത്തെക്കുറിച്ചും അന്തസ്സിനെക്കുറിച്ചും ഒക്കെ വലിയ വർത്താനം പറയുന്നവരാണല്ലോ നിങ്ങൾ. ഒരു പാവത്തിനെ ഭീഷണിപ്പെടുത്തുന്നതാണോ നിങ്ങളുടെ അന്തസ്സ് സംസ്കാരവും? ഏട്ടാ, അത് നിങ്ങൾ നടത്തിയ പേക്കൂത്തുകളെ കുറിച്ചൊന്നും കനി എന്നോട് പറഞ്ഞില്ല. അത് കനിയുടെ മാന്യത. ഫാദറിനോട് കനി സങ്കടം പറഞ്ഞപ്പോ അത് ഫാദർ എന്നോട് സൂചിപ്പിച്ചു. കേട്ടപ്പോ എനിക്ക് തന്നെ ലജ്ജ തോന്നി. എന്റെ കുടുംബത്തിലുള്ളവർ തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കാന്ന് വെച്ചാ അത് ഞാൻ വേണ്ട. അവരുടെയൊക്കെ മുമ്പിൽ ചെറുതായത് ഞാനാ. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞ ആ നിങ്ങളാ. നിങ്ങൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് പോലെ ഒരാളല്ല കനി. ഒരു തരത്തിലുമുള്ള സ്വാർത്ഥ ചിന്തകളില്ലാത്ത ഒരു സാധു. അമിതമായ ആഗ്രഹങ്ങളോ അത്യാർത്ഥിയോ ഒന്നുമില്ല. ഈ വിവാഹക്കാര്യം തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഏഞ്ചൽ മോൾക്ക് വേണ്ടി. ഇവരുടെയൊക്കെ കാര്യം വിട്. നീയെങ്കിലും ഇത്തിരി പക്വത കാണിക്കണമായിരുന്നു. ഭാര്യയുടെ വാക്കും കേട്ട് ഇനി ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചോണ്ടല്ലോ. ഒരു കാര്യം അറിഞ്ഞു വെച്ചോ, നിങ്ങളുടെ ഭീഷണി പേടിച്ച് ഈ കല്യാണത്തിൽ നിന്ന് കനി പിന്മാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞതാ, ഈ കല്യാണത്തിന് ഒരാളുടെയും സഹായം എനിക്ക് ആവശ്യമില്ലെന്ന്. കല്യാണം കഴിക്കുന്നത് ഈ ഞാനാ. എനിക്കാകെ വേണ്ടത് എൻ്റെ ആനിയുടെ സമ്മതം. അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു. മറ്റൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. എന്നെ മനസ്സിലാക്കുന്ന അച്ഛൻ്റെ മനസ്സും എൻ്റെ ഒപ്പമുണ്ട്. നിങ്ങൾ ആരുടെയും ഒരു സപ്പോർട്ടും എനിക്ക് വേണ്ട. വല്ലാതെ ബുദ്ധിമുട്ടി ആരും കല്യാണത്തിന് വരണമെന്നുമില്ല. സൗകര്യമുള്ളൊരു സഹകരിച്ചാൽ മതി. അസൂയയും പകയും കുത്തി നിറച്ച മനസ്സുമായി വരുന്നതിനേക്കാൾ നല്ലത് അങ്ങനെയുള്ളവർ വരാതിരിക്കുന്നതാണ്.
ഏഞ്ചലിനെ നാളെ ഡിസ്ചാർജ് ചെയ്യാം. നോക്ക് ഹരി, ഒരമ്മയുടെ സ്നേഹവും പരിലാളനയും കിട്ടി വളരേണ്ട പ്രായമാണിപ്പോൾ ഏഞ്ചലിന്. നിർഭാഗ്യവശാൽ ഏഞ്ചലിനിപ്പോൾ ഹരി മാത്രമേ ഉള്ളൂ. ഏഞ്ചൽ ഒരു ക്രോണിക് ഹാർട്ട് പേഷ്യൻ്റാണ്. വിഷമിപ്പിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ ആയ യാതൊന്നും ആ കുഞ്ഞു മനസ്സിന് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ചികിത്സാരംഗത്ത് നൂതനമായ സാങ്കേതിക വിദ്യകൾ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ചില രോഗങ്ങളിൽ നിന്നും പേഷ്യന്റിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ അവയ്ക്കൊന്നും കഴിഞ്ഞെന്ന് വരില്ല. ഡോക്ടർ, ഹരി എന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏഞ്ചലിന്റെ കാര്യത്തിൽ ഒന്നും ഒളിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടില്ല. ഏഞ്ചലിനെ ഹരിയിൽ നിന്നും ഒരുപക്ഷെ ഈശ്വരനെ അടർത്തിയെടുത്താൽ ആ അവസ്ഥ അതിജീവിക്കാനുള്ള മനസ്സ് ഹരിയിൽ പാകപ്പെട്ടിരിക്കണം. ഇല്ല ഡോക്ടർ, എന്റെ മോൾക്കും ഒന്നും സംഭവിക്കില്ല, സംഭവിക്കാൻ പാടില്ല. ദൈവത്തിനേക്കാളേറെ മെഡിക്കൽ സയൻസിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, ഹൃദയം മാറ്റിവെക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ആയതുകൊണ്ട് ഒരു മേജർ സർജറിക്ക് ശ്രമിക്കാമെന്ന്. ഏഞ്ചലിനെ ആ സർജറിക്ക് വിധേയയാക്കാൻ എനിക്ക് സമ്മതമാണ് ഡോക്ടർ. ഹരി, ഏഞ്ചൽ കൊച്ചുകുട്ടിയാണ്. എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഞാൻ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ ചലഞ്ചായിരിക്കാം ഇത്. ഡോക്ടർ, എനിക്ക് പ്രത്യാശ മാത്രമേ ഉള്ളൂ. എന്റെ ഏഞ്ചലിനെ എത്ര മണിക്കൂർ നീണ്ട സർജറിക്ക് വേണമെങ്കിലും വിധേയമാക്കിക്കൊള്ളൂ. എനിക്ക് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടണം. ആനിയുടെ കൈകളിലേക്ക് ഞാൻ എന്റെ ഏഞ്ചലിനെ വിട്ടുകൊടുക്കില്ല. എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടവൾ. റിലാക്സ്. എന്തിനേയും നമ്മൾ ഫേസ് ചെയ്യണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. പ്രതീക്ഷ കൈവിടണ്ട. ഏഞ്ചലിനെ നമുക്ക് രക്ഷപ്പെടുത്താം. സർജറിക്ക് മുമ്പ് ഏഞ്ചലിന്റെ ശരീരവും മനസ്സും ഒക്കെ പാകപ്പെടണം. അത് നിങ്ങളുടെ കയ്യിലാണ്. ഒരു പളുങ്ക് പാത്രം കൈക്കൊണ്ട് നടക്കുന്നത് പോലെ നോക്കണേ ഏഞ്ചലിനെ.